വരാലിനത് ഇവിടെ ഫിസിലടിച്ച് വശീകരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ നൈസാമിക്ക. ഇത് കാണാനായിട്ട് പല ആളുകളായിക്കോട്ടെ വരുന്നത്. ഇപ്പോൾ ഫിസിലടിച്ച ആള് വരുത്തും, വന്ന് നേരെ തീറ്റ വിടുക. കയ്യിൽ നിന്നൊക്കെയാണ് തീറ്റ കൊണ്ടു. മുഹമ്മദ് ടൗൺ ജുമാ മസ്ജിദിലെ പള്ളിക്കുളത്തിലുള്ള ആ ഒരു കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത്. നൈസാമിക്കായും അതുപോലെ തന്നെ 2 വരാലുകളുമാണ് ഇവിടുത്തെ കഥാപാത്രങ്ങൾ. നമ്മൾ പട്ടിയും പൂച്ചയൊക്കെ ഇണക്കി നല്ല രീതിയിൽ വളർത്തുന്നത് എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് ഈ വരാലുകളെ ഈ പള്ളിക്കുളത്തിൽ ഇവർക്ക് ഫുഡൊക്കെ കൊടുത്ത് നല്ല രീതിയിൽ ഇണക്കി വളർത്തിയിരിക്കുന്നത്. അതിപുലർച്ചെ തന്നെ ഇവരുടെ ക്ഷേമം അന്വേഷിച്ച് നമ്മുടെ കഥാപാത്രം എത്തിയിട്ടുണ്ട്. ഫിസിലോ അത് ഈ അടുത്ത കാലിൻ്റെ അങ്ങോട്ട് കൊണ്ടുപോയിക്കേ. ഇതേണ്ടത് ആ കൊടുത്തതിൻ്റെ സ്നേഹം കാണിക്കാൻ പറ്റുന്ന കാലയിലൊക്കെ തൊട്ട് ഒരു പൂച്ചയൊക്കെ വന്ന് കാലേ വന്ന് മെഴുകണ പോലെ മെഴുകുമല്ലേ. പിന്നെയും വന്നത് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന സ്റ്റോക്ക് അവന് കണക്കുണ്ടല്ല ആ പാട്ട കാലിയാക്കിയിട്ട് അവൻ പോകത്തുള്ളൂ. ഇത് എത്ര എന്ത് പ്രായമുണ്ട് ഈ സാധനത്തിന്? 8 മാസത്തെ അല്ലേ? നമ്മളൊരു ചെറുതിനെ കൊണ്ടുവന്ന് ഇട്ടതല്ലേ കുഞ്ഞ്? 1 കിലോയ്ക്ക് മേലുണ്ടാവും അല്ലേ ഇപ്പൊ കണ്ടിട്ട്? 1 കിലോ കൂടുതലുണ്ട്. ഇത് അത് മാത്രല്ല കേട്ടോ, കൊറേ ഐറ്റംസ് ഉണ്ട് കേട്ടോ ഇവിടെ. ഒത്തിരി മീനുകളുണ്ട്. അടുത്ത പാറ്റനെ കൊടുത്തു കേട്ടോ, അടുത്ത പാറ്റനെ. എണ്ണമയം ഉണ്ടല്ലോ പാറ്റ. ഇതിനിടക്ക് മറ്റവന്മാരടിക്കാനുണ്ട് കേട്ടോ ഇവിടെ വന്നത്. പാറ്റ പിന്നെ വല്ല സമ്മതിക്കുന്നില്ല, അത് നിൽക്കുന്നില്ല. ഒരു ദുർബല നിമിഷത്തിൽ വേണേ തോന്നി പിടിച്ചിട്ട് പോയെങ്കിലാന്ന് ഓർത്തിട്ടായിരിക്കും. കണ്ട ഇതുപോലെ ഫിസിലടിച്ചാണ് നിൽക്കുന്നത് കേട്ടോ. 3 നേരം നല്ല കറക്റ്റായിട്ട് ഭക്ഷണം കൊണ്ടേ കൊടുക്കും. ആ സ്നേഹമാണ് ഈ മീൻ പുള്ളിയോട് കാണിക്കുന്നത്. അദ്ദേഹത്തോട് മാത്രമല്ല കേട്ടോ, ഇതേപോലെ ഇവിടുത്തെ 1-2 ആളുകളും ഉണ്ട്. പ്രധാനമായിട്ടും നമ്മുടെ നൈസാമിക്കയാണ് ഇവരുടെ ലോക്കൽ ഗാർഡിയൻ എന്ന് തന്നെ പറയാം. ഇനി കൂടുതൽ പ്രാവും കേട്ടോ കാണിച്ചിട്ട് കൊടുത്തില്ലെങ്കിൽ. ആ പാത്രം അപ്പാടെ കമ്പനിയിലേക്കുള്ള ഇത് സിലോപ്പി കുഞ്ഞുങ്ങളല്ലേ അടിച്ചോണ്ടിരിക്കണത്? ഇത് ഏതാ തുപ്പലൊടിയാ? മറ്റോ പിന്നെയും വന്നു കേട്ടതില്ലേ? ഇത് തിന്നാൻ വന്നവനെ പിടിക്കുവാൻ. ഇവനടിക്കും കണ്ടാ. സിലോപ്പിയ റൂവാണോ? കുളം പണിയൊക്കെ കഴിഞ്ഞപ്പോൾ ഒരു രസത്തിന് വാങ്ങിച്ചിട്ടാണെങ്കിലും ഇന്ന് ഇവരുമായി ഒഴിവാക്കാനാകാത്ത ബന്ധമാണ് നൈസാമിക്കുള്ളത്. സത്യത്തിൽ ഇതിൻ്റെ ഇറച്ചിക്ക് വേണ്ടി തന്നെയാണ്, ഈ മീനിനെ കറിവെക്കാൻ വേണ്ടി തന്നെയാണ് കൊണ്ടുവന്നെങ്കിലും ഇനി ഒരിക്കലും ഇതിവിടെ കിടന്ന് മരിച്ചാലും ഈ മീനിനെ പുള്ളി കൊണ്ടുപോയില്ല. ഇവരുടെ ഫിസലടിയുടെ ആ താളത്തിനനുസരിച്ചാണ് ഈ മീൻ വരുന്നത്. നമ്മളടിച്ചാലൊന്നും ഇവൻ വരില്ല. ഒന്നുമില്ലെന്നറിയാം. ഇത് കണ്ടാ സമയം തന്നെ ആവശ്യം കണ്ടില്ലേ?
ഇന്ന് കാഴ്ചക്കാർ കൂടുതലുള്ളതുകൊണ്ട് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോ കാണുന്നവരും സൈനിങ് ഔട്ട് മൻസൂർ മുഹമ്മദ്. വീഡിയോ എടുക്കാൻ പോവാ.